ഹലോ! എല്ലാവർക്കും സുഖാണല്ലോ? എനിക്ക് അത്ര സുഖമില്ല. ഒരു കാരണവുമില്ലാതെ ജലദോഷം വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമൊക്കെ കാണും. ഏതായാലും ഇന്ന് ഞാൻ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം അമ്മിണി കൊഴക്കട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് 3 തരത്തിൽ ഉണ്ടാക്കുമല്ലോ. നല്ല സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കും. അതുപോലെ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് സ്പൈസി ആയിട്ട് ഉണ്ടാക്കും. ഞാനിപ്പോ ഇവിടെ സാധാ നമ്മുടെ നോർമൽ ആയിട്ട് ഉണ്ടാക്കാണ്. പത്തിരിപ്പൊടിയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ പത്തിരിപ്പൊടി ഞാനൊന്ന് വറുത്തെടുക്കണുണ്ട്. അപ്പൊ അമ്മ പണ്ടായാലും ഇപ്പഴായാലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. അമ്മ പക്ഷേ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ പത്തിരിപ്പൊടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. തിളച്ചതിന് ശേഷം ഈ പൊടിയിലേക്ക് അങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മള് ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോ കൈയൊക്കെ പൊള്ളാതെ നോക്കിക്കോണേ. അപ്പൊ ദാ ഞാൻ കുറേശ്ശെ ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു കുഞ്ഞി ഗ്ലാസ് വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോഴും ഇങ്ങനെ ചൂട് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പച്ചവെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ തൊട്ടിട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിന് അത്ര വലിയ പരിക്ക് വരില്ല. എല്ലാവർക്കും അറിയണ കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് പറഞ്ഞൂന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം കുഴച്ചതിന് ശേഷം നമ്മൾ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. കയ്യില് കുറച്ചൊരു നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബോൾസുകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതാ ഇത്രയും ബോൾസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ അങ്ങ് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വേവിക്കാം. അങ്ങനെ ഒരു 5, 6 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോ നല്ലോണം ആവിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോ ബോൾസുകളെല്ലാം വെന്തിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീ ഓഫ് ആക്കിയിട്ട് അതങ്ങട്ട് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മള് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ മതി. ഞാനിപ്പോ ദാ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോ കടുക് പൊട്ടിക്കണം. പിന്നെ ഇത്തിരി ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഉണക്കമുളക്, കറിവേപ്പിന്റെ ഇല, തേങ്ങ. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബോൾസുകൾ ഉണ്ടല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഏറ്റവും അവസാനം ഞാൻ ഒരു തരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധവും ഇല്ലേ. കാരണം പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഇനി എങ്ങാനും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പൊ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ അമ്മിണി കൊഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ രാവിലത്തെ കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കറിയൊന്നും ഇല്ലാതെ നമുക്കിത് ചായയുടെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റിനാണ്. അപ്പോ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരെങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ ഇതോടൊപ്പം തന്നെ എന്റെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.